എന്താണിത്? എന്താണെന്ന്? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഇങ്ങനെയാണ് വരണത്? നിങ്ങളെന്താ കസേരക്കളി കളിക്കണം? ആയിരിക്കും. ഇതൊന്ന് വേഗം ശരിയാക്കി തരണം. വേഗം ശരിയാക്കാനൊന്നും പറ്റില്ല. ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. ഇതെങ്ങനെ വേഗം ശരിയാക്കും? ഇതിൽ സാക്ഷിയുടെ ഒപ്പില്ലല്ലോ. നിങ്ങളുടെ കല്യാണം കണ്ടിട്ടുള്ള 2 സാക്ഷികളുടെ ഒപ്പ് വേണം. ആ ഒപ്പ് ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഓടി വന്ന് ഇതിനകത്ത് ചാടിക്കാർ ഇരുന്നോണ്ട് കാര്യമില്ല. ഇനിയിപ്പോ സാക്ഷികളൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കും സാറേ? വേണമെങ്കിൽ ഞാൻ 2 ഒപ്പിട്ട് തരാം. ആ വേല നീ കയ്യിൽ വെച്ചാൽ മതി. സാക്ഷികളുടെ ഒപ്പ് വേണം. പിന്നെ നിങ്ങളുടെ കല്യാണം നടന്നത് അമ്പലത്തിലാണോ പള്ളിയിലാണോ എങ്കിൽ അവിടുത്തെ അധികാരിയുടെ രേഖ വേണം. പിന്നെ ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ ആ കല്യാണത്തിന് നിങ്ങൾ അടിച്ചിട്ടുള്ള കുറിമാനല്ലേ അതിന്റെ ഒരു കോപ്പി ഇതിന്റെ കൂടെ വെക്കണം. സാറ് 2 വർഷം മുമ്പുള്ള കല്യാണ കുറിയൊക്കെ ആര് സൂക്ഷിച്ചു വെക്കാനാ? അത് അമ്പലത്തിലാണ് നടന്നത്. അവിടുത്തെ ഇതൊക്കെ വേണം സാറേ. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഈ രേഖകൾ വേണം. എന്നാലേ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ. അതെ, നിങ്ങൾ പോയിട്ട് ആ രേഖകളൊക്കെ കൊണ്ടുപോവാ. സാറേ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കണം. സാർ എപ്പോഴും ഇവിടെ എന്തുകൊണ്ട് സാറേ തിരക്കിക്കൊണ്ടിരിക്കണം? സാറിന് അന്ന് വന്നപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടായിരുന്നു. ഇത് ഞാൻ തിരക്കണ്ടേ? പിന്നെ താൻ തിരക്കണോ? അല്ല, ഇത് അന്ന് വന്നപ്പോൾ ഞാൻ തിരക്കണ്ടേ? താൻ തിരക്കൂ. അല്ല, സർട്ടിഫിക്കറ്റ് വേണോ? താൻ എന്നെ നേരാക്കാനാണോ? സർട്ടിഫിക്കറ്റ് മതി. എനിക്ക് എന്ത് വേണം? സർട്ടിഫിക്കറ്റ് രേഖകൾ കേട്ടുവാ. രേഖകളുമായിട്ട് വാങ്ങും. എല്ലാ രേഖകളും ഉണ്ട്. ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരണം. പെട്ടെന്ന് ശരിയാക്കി തരിക എന്നൊക്കെ പറഞ്ഞ എന്താണ് പെങ്ങളെ ഇത്? ലോലിത, ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? താനെന്താണ് ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത്? ഇത്രയൊക്കെ സന്തോഷമുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായെന്നല്ലേ പറഞ്ഞത്? അതെ. 1 വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറുടെയോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം കൂടെ ഇതിന്റെ കൂടെ വെക്കണം. പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ തെറ്റിയൊക്കെ ഇരിക്കുകയാണ്. ഗസറ്റ് ഓഫീസറിൽ നിന്നും കാണാനൊന്നും പറ്റുന്നില്ല. സാറ് ചെയ്തേരാൻ പറ്റും, ചെയ്തേരണം സാറെ കൊണ്ട്. താനെന്താണ് ഭീഷണിപ്പെടുന്നത്? ഭീഷണിപ്പെടുത്തുന്നില്ല. കുറെ നാളായിട്ട് അങ്ങോട്ട് കൊണ്ട് കയറി ഇറങ്ങി നടക്കാൻ. അതേന്ന് ഇത് ചെയ്ത് നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് DDPക്ക് അയക്കാൻ പറ്റൂ. ഏത് DDP? DDPക്ക് അയച്ചു കഴിഞ്ഞാൽ തന്നെ അത് കിട്ടാനൊക്കെ പിന്നെ 2 വർഷമൊക്കെ പിടിക്കും. ബഹളം വെക്കരുത്. ഇതൊരു ഓഫീസാണ്. എന്താ ബഹളം വെക്കുന്നത്? നിങ്ങൾ രേഖകൾ കൊണ്ടുപോവാ. രേഖകൾ കൊണ്ടുവരാൻ പിന്നെ ഞാൻ എന്ത് ചെയ്താനാണ്? ചെയ്തു തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് രേഖകൾ വേണം. രേഖകളില്ല, എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഡൈവോഴ്സ് വേണം. നിങ്ങൾ എടുത്തോ. അതിനാണ് പറയുന്നത് രേഖകൾ കൊണ്ടുപോവാ, രേഖകൾ കൊണ്ടുപോവാ. എന്ന് വന്നപ്പോ അന്ന് വന്നപ്പോ നിങ്ങൾ ചോദിച്ച ഞാൻ പറഞ്ഞല്ലോ. 2 പ്രാവശ്യം വന്നില്ല അങ്ങോട്ട്. അതിന് വരാതിരിക്കാൻ പറ്റുമോ? കാര്യം നിങ്ങളുടെ കാര്യമല്ലേ. നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയണം. എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറയാം. എന്നാലും നമുക്ക് അറിയാൻ പറ്റൂ. എന്താണ് ഞാൻ കാണിക്കുന്നത്? അയ്യോ, നിങ്ങൾ ഭർത്താവല്ലേ? വിളിച്ചോണ്ട് പോകരുത്. ഇത് പ്രാന്താണ്, പ്രാന്ത്. വേണ്ട ചേട്ടേ, വേണ്ട ഏട്ടാ, വിട്ടേക്ക്. നീ പറഞ്ഞുകൊണ്ട് വിടാം. വേണ്ട, നമുക്ക് പോവാം. കുറെ നാളായിട്ട് അതെ, എന്തോന്നതെ നിനക്കുള്ള ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്? എനിക്ക് കയറി നടക്കാനൊന്നും പറ്റുന്നില്ല. നീ പോയി ഡിവോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് അതൊക്കെ മേടിച്ചോണ്ട് വാ, ഞാൻ ഒപ്പിട്ട് തരാം. എനിക്കും കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റൂല. എന്നാ പിന്നെ ഈ ഡിവോഴ്സ് ഒന്നും വേണ്ട. പിന്നെ ഡിവോഴ്സ് വേണ്ട, അത് തന്നെ. പിന്നെ വാ, വീട്ടിലോട്ട് പോവാം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുക.